എനിക്ക് നഷ്ടപ്പെട്ട ആറാടി മണ്ണിലാണ് ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന 15 വയസ്സുകാരനെ കൂട്ടം ചേർന്ന് ആസൂത്രിതമായി മാരക ആയുധങ്ങളുമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജാമ്യത്തിനു വേണ്ടിയുള്ള വാദം പൂർത്തിയായി. വിധി ഈ മാസം 8-ന് പറയും. അവർ കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണെന്നാണ് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത്. അവർക്ക് ജാമ്യമല്ല നൽകേണ്ടത്, തക്കതായ ശിക്ഷയാണെന്നും പ്രേരണാ കുറ്റം നൽകി ഇവരുടെ പിതാക്കന്മാരെയും കേസിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യണമെന്നും ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞു. പൊന്നുപോലെ ഇവർ സംരക്ഷിച്ചു പോന്ന തങ്ങളുടെ പൊന്നുമകനെ ഒരു വേളയിൽ യാതൊരു കാരണവുമില്ലാതെ തന്നെ ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആഹ്വാനം നടത്തി കൊലപ്പെടുത്തിയ പ്രതികൾ എങ്ങനെയാണ് ജാമ്യത്തിന് അർഹരാകുന്നത്? ഇവരെ മുതിർന്ന ക്രിമിനലുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് ആരുടെയെല്ലാം കരങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും. പ്രതികളുടെ കുടുംബം ഇന്ന് വാദം നടക്കുന്നതിനിടെ കോടതിയിലെത്തിയത് പ്രതികളെ കൊണ്ടുപോകാൻ തുറന്ന ജീപ്പിൽ കയറ്റി ആഹ്ലാദ പ്രകടനം നടത്താൻ വേണ്ടിയുമെന്നും ഷഹബാസിന്റെ ഉപ്പ വേദനയോടുകൂടി തന്നെയാണ് പറഞ്ഞറിഞ്ഞത്. തനിക്കുള്ള 4 മക്കളിൽ മൂത്തവനായ ഷഹബാസിന്റെ മരണത്തെ തുടർന്ന് ഈ പിതാവ് മുന്നോട്ട് വച്ച സർവ്വ വാക്കുകളും ഇതുവരേക്കും അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. പ്രതികളെ പരീക്ഷ എഴുതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ നൽകി തന്നെ അവരെ പരീക്ഷ എഴുതിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ള ഉറപ്പ് വാങ്ങിയതിനു ശേഷം പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കുടുംബത്തെ കാത്തിരുന്നത്. ഷഹബാസിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് വലിയ വീഴ്ച തന്നെയായിരിക്കും സമൂഹത്തിന് നൽകുക. കാരണം ഇനിയും പല കുട്ടികൾക്കും ഇത്തരം പ്രവർത്തനം ചെയ്യുവാനുള്ള പ്രചോദനമായി തീരും ഇത്തരം നടപടികൾ. പ്രതികളുടെ പിതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷഹബാസിന്റെ ഉപ്പ. അതിന് തെളിവുകളുണ്ട്. പക്ഷേ ആ തെളിവുകളെല്ലാം അവരുടെ സ്വാധീനം വെച്ച് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും കൂലിപ്പണിക്കാരനായ സാമ്പത്തിക ശേഷി തീരെയില്ലാത്ത ഷഹബാസിന്റെ ഉപ്പാക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് പ്രതികളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ച. അതുകൊണ്ട് തന്നെ നിയമപീഠത്തിൽ വിശ്വാസമുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടണമെന്നും തൻ്റെ മകന് നീതി ഉറപ്പാക്കണമെന്നും അവൻ 6 അടി മണ്ണിൽ പൊരിഞ്ഞുപോയെന്നും ഈ ഉപ്പ പറഞ്ഞത് സങ്കടം തന്നെയാണ് നൽകിയത്. ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആവശ്യം പോലെ തന്നെയാകട്ടെ വിധി. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം വിധി. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്ക് അറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളത്. പക്ഷേ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള, അതായത് അവർക്ക് നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്. അതിനുവേണ്ടി നമ്മളെ സാർമാർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജഡ്ജി നിങ്ങൾ കേട്ടല്ലോ, അതായത് ജഡ്ജി പറഞ്ഞത് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട 6 അടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിന്റെ പുറമെ വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നത്. ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് കുട്ടി ഇത്രയും ദൂരം ഒന്നുമില്ല, 1.5 കിലോമീറ്റർ പരിധിയിലാണ് നടക്കുന്നത്. 1.5 കിലോമീറ്റർ എന്ന വക്കീൽ ബാധിക്കുന്നത്. അതായത് താമരശ്ശേരി ഹൈസ്കൂളും ഈ പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലവുമായിട്ട് 1.5 കിലോമീറ്റർ മാറ്റം. അതിന്റെ ചുറ്റാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 7 കിലോമീറ്റർ എങ്ങനെ അവന്റെ സഹപാഠികൾ താമരശ്ശേരി ഉണ്ട്, അവിടേക്ക് ചെന്നല്ലേ. അതുകൊണ്ടാണല്ലോ ഇത് ഈ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇവർ നിഷേധിക്കാൻ നോക്കുകയാണ്. വക്കീലിനെ വെച്ചിട്ട് പ്രഗത്ഭമായ വക്കീലാണ് അവർക്കുള്ളത്. ഒരു കാരണവശാലും അവർ ജാമ്യം അർഹിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ഇന്ന് കോടതിയിൽ വാദിച്ചത്.